My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. So, ഇന്ന് നമ്മൾ നോക്കുന്നത് വരുന്ന 7 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മേജർ ആയിട്ടുള്ള ഇവൻറ്റ്സ് എന്താണ്, മേജർ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓർ ഈ കാര്യങ്ങൾ വരുന്ന 7 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണ്. ഓൾറൈറ്റ്. സോ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് വേണം തോന്നിയിട്ടുള്ള കാര്യമാണ്, ഓർ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യണം, നിങ്ങളത് അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് വിത്ത് യുവർ സെൽഫ്. ഓക്കെ, ആൻഡ് ക്ലെയിം ചെയ്യുക. ഓക്കെ, സോ മേ ബി ഇത് ഞാൻ ലാസ്റ്റ് എടുക്കാം. ഓക്കെ, സോ എന്തൊക്കെയാണ് വരുന്ന 7 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മേജർ ബ്ലെസ്സിങ്സ്? ലെറ്റ്സ് സീ ദ ട്രൂത്സ്. ഓക്കെ, സി അഗെയിൻ നമ്മുടെ ഇതുപോലത്തെ പ്രിഡിക്ഷൻ വരുന്ന സമയത്ത്, അതായത് 7 ഡേയ്സ് 30 ഡേയ്സ്, മിക്കതിലും എനിക്ക് കിട്ടുന്നൊരു കാർഡാണ് ദ ട്രൂത്സ്. ഓൾറൈറ്റ്. സോ ഇത് പ്രോബബിലി ഈ പ്രാവശ്യം നിങ്ങളിത് കണക്ട് ചെയ്യേണ്ടത് നിങ്ങൾ കൂടുതൽ ഡിസ്കവർ ചെയ്യുകയാണ്. ഓക്കെ, അഗെയിൻ നിങ്ങളുടെ ശബ്ദം കൂടുതൽ ഡിസ്കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സംസാരിക്കാനുള്ള കഴിവ്, പറയുന്ന കാര്യത്തിന് ഒരു ക്ലാരിറ്റി കൊടുക്കുക, നിങ്ങളുടെ സൗണ്ടോ നിങ്ങളുടെ സംസാര സ്റ്റൈലോ ഒരു മോഡിഫിക്കേഷൻ അതിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അതാണ്. നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് അതാണ്. നിങ്ങൾ കുറെ കൂടെ നിങ്ങൾ സോഫ്റ്റ് ആവുന്നുണ്ട്. നിങ്ങളുടെ സംസാര രീതിയൊക്കെ വളരെ കൈൻഡ് ആവുന്നുണ്ട്, സോഫ്റ്റ് ആവുന്നുണ്ട്, വളരെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നുണ്ട് അവിടെയൊക്കെ. ഇറ്റ്സ് ലൈക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് പോലെ. ഓക്കെ, നിങ്ങളുടെ ത്രോട്ട് ചക്ര ആൻഡ് അഗെയിൻ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ ഡെഫിനറ്റ്ലി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള മെസ്സേജ്, ആൻഡ് നിങ്ങൾ കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സറൗണ്ടിങ്, ആൻഡ് നിങ്ങളുടെ ചിന്തകൾ, നിങ്ങൾക്ക് കിട്ടുന്ന സഡൻ ഇൻസ്പിറേഷൻ ചില ആളുകൾക്ക് ലൈഫിൽ മേജർ ചേഞ്ച് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഈ വരുന്ന 7 ഡേയ്സ് ടൈമിനുള്ളിൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു കാര്യത്തിൽ വളരെ ഇൻസ്പയർഡ് ആവും. അത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആക്ഷനിലേക്ക് അത് ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ സംസാരം റിലേറ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത്, അതായത് മേ ബി ലൈക്ക് നിങ്ങളെ ആളുകൾ കേൾക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പേഴ്സൺ കേൾക്കുന്ന സമയത്ത്, ഓർ നിങ്ങളുടെ വോയിസ് എവിടെന്നെങ്കിലും നിങ്ങൾ കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ തന്നെ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അപ്പോഴായിരിക്കാം. സോ ആ ഒരു സമയത്ത് നിങ്ങൾക്കതൊരു ഇൻസ്പിറേഷനാണ്, അത് കൂടുതൽ ഇംപ്രവൈസ് ചെയ്യാൻ. റൈറ്റ്. സോ അതുപോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അത് സംസാര രീതിയിൽ നിന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ ലൈഫിൻ്റെ പല പല സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് സഡൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തോന്നും, ആൻഡ് അവിടെ പവർഫുൾ ആയിട്ടുള്ള ആക്ഷൻ കൂടെ നിങ്ങൾക്ക് അത് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തന്നെ കൂടുതൽ ഡിസ്കവർ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഈവൻ അതൊരു 7 ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും മേജർ ആയിട്ടുള്ള ഷിഫ്റ്റ് നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. സി ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാവുക, നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ, നിങ്ങളുടെ സ്വഭാവത്തിൽ വരുത്തുന്ന രീതിയിൽ, നിങ്ങൾ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകളോ ഈവൻ വ്യക്തികളിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ വളരെ കാമായിട്ട് വളരെ ലൈറ്റായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് എത്ര അഗ്രസീവായിട്ട് സംസാരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും രശ്മി അവർ വളരെ ലിസൺ ചെയ്യുന്നുണ്ട്, കാമായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനത്തെ ആളുകൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ പാർട്ട്ണറോ നിങ്ങളുടെ പാരൻസോ നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം, നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ആരെങ്കിലും ആയിരിക്കാം, നിങ്ങളുടെ മാനേജർ, ലീഡ്. ഓക്കെ, സോ അങ്ങനത്തെ പ്ലേസിലൊക്കെ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. ബിക്കോസ് ഇത് നിങ്ങൾ ഈ വരുന്ന 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നൊരു മാറ്റമാണ്. സോ ആരായിട്ടുള്ള കോൺവെർസേഷൻ ആണ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവരെ ശരിയാക്കാൻ പറ്റില്ല, അവരുടെ അടുത്ത് സന്തോഷമായിട്ടോ സമാധാനമായിട്ടോ സംസാരിക്കാനേ പറ്റില്ല എന്നൊക്കെ തോന്നുന്നത്, അവിടെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ മാറ്റങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് നിങ്ങളുടെ എനർജിയിൽ അവിടെ മേജർ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ത്രോട്ട് ചക്ര ഹീൽ ആവുന്നുണ്ട്, എക്സ്പാൻഡ് ആവുന്നുണ്ട്, ആക്ടിവേറ്റ് ആവുന്നുണ്ട്. സോ ഈ ഒരു സമയത്തായിരിക്കാം നിങ്ങൾ കൂടുതൽ നല്ലൊരു സ്റ്റോറി ടെല്ലർ ആവുന്നതും, നന്നായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതും, നല്ലൊരു
നല്ലൊരു എൻ്റർടൈനർ ആവുന്നുണ്ട് നിങ്ങൾ സംസാരം കൊണ്ട്. ഓക്കെ, സോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ആളുകൾക്ക് വളരെ സന്തോഷിക്കാനും ചിരിക്കാനും നിങ്ങൾക്ക് ചിരിപ്പിക്കാനും കൂടെയൊക്കെ സാധിക്കുക, കൺവിൻസ് ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ നല്ല കാര്യമാണ് അല്ലെ. എസ്പെഷ്യലി നിങ്ങൾ സെയിൽസ്, മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടാർഗറ്റ് ഉണ്ടെങ്കിൽ ആളുകൾ കൺവിൻസ് ചെയ്യുക, പുതിയ ക്ലയൻസിനെ നിങ്ങൾ സംസാരിച്ച് നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, ഈ ഒരു വരുന്ന 7 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ഒക്കെ നിങ്ങൾക്ക് വളരെ എഫേർട്ട്ലെസ്ലി പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ളൊരു ടാലൻസ് ആണ്, അതായത് നാച്ചുറലി നിങ്ങൾക്കുള്ളിലുള്ള ടാലൻസ് ആണ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സോ അത് നിങ്ങൾക്ക് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതായിട്ട് തോന്നും, ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തന്നെ. ബിക്കോസ് ഒരു പ്രാവശ്യം നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിച്ചാൽ അത് പിന്നെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ നിങ്ങൾക്ക് അതിൽ ആ ഒരു ഫ്ലോ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു വരുന്ന 7 ഡേയ്സ് ശ്രദ്ധിക്കേണ്ടതും അതാണ്. ആരുടെ അടുത്തും ഒരുപാട് ഷൗട്ട് ചെയ്ത് സംസാരിക്കാതിരിക്കുക, വളരെ ലൈറ്റായിട്ട് നിങ്ങളുടെ വോയിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക, വളരെ സ്വീറ്റ് ആയിട്ട് സംസാരിക്കുക, വളരെ കാമായിട്ട് സംസാരിക്കുക. അഗ്രഷൻ, ദേഷ്യം ഒക്കെ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കുറയ്ക്കുക. ബിക്കോസ് നിങ്ങൾക്കത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്കൊരു ഫ്രീ വിൽ ഉള്ളതുപോലെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങളുടെ സമയമായിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ പറയല്ലോ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ടൈമുണ്ട്, ഡിവൈൻ ടൈമുണ്ട്, നിങ്ങളുടെ ആ ഒരു സമയം ആവട്ടെ എന്ന് നിങ്ങൾ ഒരുപാട് പറഞ്ഞ് ഇരുന്നിട്ടുണ്ടായിരിക്കണം അല്ലേ. സോ അങ്ങനത്തെ ചില ആളുകൾ നിങ്ങളുടെ ടൈം ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കാത്തിരിക്കുന്നില്ല. സോ അതാണ് ലൈക്ക് നിങ്ങൾക്ക് സഡൻ ഇൻസ്പിറേഷൻ ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ വരിയായിരിക്കും, എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്ന് വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ ഒരു ആക്ഷൻ കൊണ്ട് വളരെ എഫേർട്ട്ലെസ്ലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണ്. ഓക്കെ, അതാണ് ലൈക്ക് ഡിവൈൻ, അല്ലെങ്കിൽ ആ ഡിവൈൻ ടൈമിങ് നിങ്ങളുടെ ആക്ഷനിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ആക്ഷൻ വരുന്ന സമയത്ത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു പവർഫുൾ ആക്ഷൻ അവിടെ വരുന്ന സമയത്ത്, എഫേർട്ട്ലെസ് ആക്ഷൻ വരുന്ന സമയത്ത്, അവിടെ ഹാർഡ് വർക്ക് ഒന്നും അല്ല വരുന്നത്, അവിടെ വളരെ ആക്ടിവേറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ 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 ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് ലൈക്ക് ആ ഒരു പവർഫുൾ എനർജി നിങ്ങൾക്ക് ഈ ഒരു 1 വീക്ക് ടൈം, ഈ ഒരു 7 ഡേയ്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി നിങ്ങളുടെ വർക്ക് പ്ലേസിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു ടൈമിൽ നിങ്ങളായിരിക്കാം ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കൊരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ടെങ്കിലോ, നിങ്ങൾക്ക് ലാംഗ്വേജിൽ എന്തെങ്കിലും ഫിയർ ഉണ്ടെങ്കിലോ, ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ആ ഒരു ലാംഗ്വേജിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പേടിയൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പേടിയാണുള്ളത്, നിങ്ങൾക്ക് ആ ഒരു ലാംഗ്വേജിൻ്റെ ഒരു പ്രോബ്ലം അല്ല ഉണ്ടാവുന്നത്. സോ നിങ്ങൾ ഒരുപാട് ഡൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, നിങ്ങളുടെ മിസ്റ്റേക്സ് ഒരുപാട് ഡൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ആൻഡ് പ്ലസ് കൂടുതൽ ആളുകൾ എന്ത് പറയുന്നുള്ള അല്ലെങ്കിൽ അവർ കളിയാക്കുക, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കുന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരിക്കണം അല്ലേ. സോ ലൈക്ക് ഇനീഷ്യലി നമ്മൾ പറഞ്ഞ കാര്യം നിങ്ങൾ കണക്ട് ചെയ്യുക, ബിക്കോസ് നിങ്ങളുടെ ആ ഒരു എനർജിയിൽ നാച്ചുറലി ഉള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ സറൗണ്ടിങ്ങിലുള്ള ആളുകൾ നിങ്ങളെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് അതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അവിടെ അഗ്രഷനോ ദേഷ്യമോ മാത്രം എന്നുള്ളതല്ല, ചില ആളുകൾ അവിടെ കാമായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. അതായത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളെ കളിയാക്കിയിട്ടോ, അത് നിങ്ങളെ മനഃപൂർവ്വം ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതല്ല. ചില ആളുകൾ അത് മനസ്സിലാക്കുന്നുണ്ടാവില്ല, അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എത്രമാത്രം ഡൗൺ ആക്കും എന്നുള്ളത് അല്ലേ. തമാശയ്ക്കായിരിക്കാം പറയുന്നുണ്ടായിരിക്കാം, ചില ആളുകൾ നമ്മളെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കാം പറയുന്നുണ്ടായിരിക്കാം. സോ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ സൈലൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ അവരൊക്കെ വളരെ കാമായിട്ട് നിങ്ങളെടുത്ത് നിൽക്കുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ലൈക്ക് നിങ്ങളത് ബോധർ ചെയ്യാത്ത വരുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് ആ ഒരു സ്ട്രഗിൾ ഉണ്ടാവുന്നില്ല. ബിക്കോസ് എസ്പെഷ്യലി നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യം അതാണ്, ഈ ഒരു 1 വീക്ക് ടൈമിൽ. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനത്തെ മീറ്റിംഗ്സോ പ്രസൻറ്റേഷനോ ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ചില മീറ്റിംഗ്സൊക്കെ അല്ലെങ്കിൽ ചില പ്രസൻറ്റേഷനൊക്കെ നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു കരിയർ ഗ്രോത്തിന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, സോ ചില ആളുകളൊക്കെ ആയിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ചില ആളുകളൊക്കെ ആയിട്ട് മിണ്ടാണ്ടിരിക്കുന്നത്, സ്പെഷ്യലി യെസ് അവിടെ സൈലൻസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകളുടെ അടുത്ത് നിങ്ങൾ മിണ്ടുന്നില്ല. ഇപ്പം ചില ആളുകളുടെ അടുത്ത് മിണ്ടാണ്ടിരിക്കുന്നത് നമുക്ക് വളരെ സമാധാനമുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾക്ക് ചില സൈലൻസ് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി
അങ്ങനത്തെ സൈലൻസ് ബ്രേക്ക് ആവുന്നുണ്ട് അവിടെ. ചില സൈലൻസ് നിങ്ങൾക്ക് വളരെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സൈലൻസും ബ്രേക്ക് ആവുന്നുണ്ട് അവിടെ. നിങ്ങളുടെ ആക്ഷൻ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ഷൻ അല്ലാണ്ട് തന്നെ ചില സൈലൻസ് അവിടെ ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ആ ഒരു സഫർ അവിടെ എൻഡ് ആക്കുന്നുണ്ട്. സോ ഈ ഒരു 7 days ടൈമിനുള്ളിൽ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ വളരെ സമാധാനമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ സമാധാനം നിങ്ങൾക്ക് ഉണ്ടാവുന്നതും നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ അവിടെ ഓപ്പോസിറ്റിൽ ഒരാൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരു സംസാരിക്കാത്തത് കൊണ്ട് നിങ്ങൾ എങ്ങനെയാണോ പ്രയാസപ്പെടുന്നത് അവിടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി സംസാരിക്കാണ്ടിരുന്നിട്ട് നിങ്ങൾ എങ്ങനെയാണോ പ്രയാസപ്പെടുന്നത് അതിലൊക്കെ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. 3rd eye ചക്ര. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു നിങ്ങളുടെ ത്രോട്ട് ചക്ര, 3rd eye ചക്ര, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എല്ലാം വളരെ പവർഫുൾ ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ഇൻറ്റ്യൂഷനൊക്കെ നിങ്ങൾ ലൈക്ക് വളരെ സെൻസിറ്റീവ് ആവുന്ന ഒരു ടൈമും കൂടിയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങൾ സെൻസിറ്റീവ് ആവുന്നത്? ബിക്കോസ് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണാനോ മനസ്സിലാക്കാനോ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ലൈക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന നിങ്ങളുടെ മേജർ ചേഞ്ച് എന്താന്നുള്ളത്, അത് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്നൊരു ഇമ്പാക്റ്റ്, നിങ്ങളുടെ പൊസിഷനിൽ ഉണ്ടാക്കാൻ പോകുന്നൊരു മാറ്റം, ആ ഒരു പ്ലസന്റ് മൊമെന്റ് എന്താ എന്ന് എക്സാക്ട്ലി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് ഓൾറെഡി എനർജറ്റിക്കലി സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു നല്ല കാര്യം നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ അങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ സെൻസ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾ ഒരു വളരെ ഒരു എംപാത്ത് നേച്ചർ നിങ്ങൾ കാണിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മറ്റുള്ള ആളുകളുടെ എനർജി, മറ്റുള്ള ആളുകളുടെ സിറ്റുവേഷൻ, മറ്റുള്ള ആളുകളുടെ പെയിൻ, ഈവൻ നിങ്ങളത് കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങളത് ഒരുപാട് നിങ്ങളതിൽ നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം. ഓക്കെ, ബിക്കോസ് ആൻഡ് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിലെ ചില കാര്യങ്ങളാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ വളരെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളുകളാണ്. സോ നിങ്ങൾ ഒരുപാട് ആളുകളെ കേൾക്കുന്നുണ്ടായിരിക്കണം, അല്ലെ? ഒരുപാട് ആളുകളെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കണം, ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കണം. പക്ഷെ ഈ വരുന്ന 7 days ടൈം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എനർജി നിങ്ങളിൽ തന്നെ സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ആളുകളുമായിട്ട് കണക്ട് ചെയ്യാം എപ്പോഴാണോ അവർ നിങ്ങളുടെ എനർജി എൻഹാൻസ് ചെയ്യുന്നത്. നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഒരു ഇൻസ്പയറിംഗ് എനർജി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളായിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതെല്ലാം ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, എനർജറ്റിക്കലി ഈവൻ ജെന്യൂൻ ആയിട്ട് നിങ്ങൾ ചില പ്ലേസിൽ സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു 1 week ടൈം നിങ്ങൾ അതിലേക്ക് നിങ്ങൾ കൂടുതൽ നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ബിക്കോസ് ഈ ഒരു 7 days നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് വാട്ട് ഐ കൻ സേ ഇസ് യൂണിവേഴ്സിൻ്റെ ഒരു സർപ്രൈസ് ഈ ഒരു 7 days ടൈമിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, റിയലി എ സർപ്രൈസ്. ഈ വരുന്ന 7 days നിങ്ങൾക്ക് ഒരു മിറാക്കിൾ എന്ന് തോന്നുന്ന ഒരു കാര്യം, ഒരു സർപ്രൈസ് എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു ഇമ്പോസിബിൾ ആയിട്ട് തോന്നുന്ന ഒരു കാര്യം. ഓക്കെ, അത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ വരുന്ന 7 days എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ഫോർ ഷുവർ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഫോർ ഷുവർ ഇത് നിങ്ങൾക്കുള്ളൊരു റിവാർഡാണ്, നിങ്ങൾക്കുള്ളൊരു റെക്കഗ്നേഷൻ ആണ്, നിങ്ങളുടെ ആ ഒരു എനർജറ്റിക്കൽ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ളൊരു റിഫ്ലക്ഷൻ കൂടിയാണ് അത്. ഓക്കെ, സോ ഇറ്റ്സ് ശരിക്കും ഒരു മിറാക്കിളായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് ആക്ച്വലി എ മിറാക്കിൾ. ഓ മൈ ഗോഡ്. സി, ഈ കാർഡിനടുത്ത് എന്താണ് വന്നത് നോക്കൂ. സി ചില കാര്യങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു പസിലൊക്കെ സോൾവ് ചെയ്യുന്നത് പോലെയാണ്. ഓക്കെ, 6, 8, 7 ചില കാര്യങ്ങൾ ഓൾറെഡി അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഓരോന്നും അതത് സ്ഥാനത്ത് പോയിരിക്കേണ്ട ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ഓരോന്നും അതിൻ്റെ ഒരു സ്ഥാനത്ത് പോയി ഇരിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ അക്കംപ്ലിഷ്ഡ് ആവാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു മിറാക്കിൾ, ഈ ഒരു ഇമ്പോസിബിൾ എന്ന് തോന്നുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു ഹ്യൂജ് സക്സസ് നിങ്ങളുടെ ലൈഫിൽ, ഈ ഒരു സർപ്രൈസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ. ഓക്കെ, 6, 8, 7. ഓക്കെ, ഈ 7 മിഡിൽ വന്ന് ഇരിക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ അവിടെ. അത് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും സംഭവിക്കാം. ആ ഒരു മേ ബി ലൈക്ക് നിങ്ങൾ എടുക്കുന്ന ആ ഒരു സഡൻ ആക്ഷൻ
ചില കാര്യങ്ങൾ റൈറ്റ് ആയിട്ട് അലൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു 7 days നിങ്ങളുടെ എനർജി കൂടുതൽ നിങ്ങൾ സേവ് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു മേജർ മിറാക്കിൾ എന്ന് പറയുന്നത് സൈലൻസ് ബ്രേക്ക് ആവുന്നതാണ്. ഓക്കെ, അത് പ്രോബബ്ലി നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഈവൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിൻ്റെ ഒരു പോസിബിലിറ്റി നിങ്ങൾ കാണുന്നുണ്ടാവില്ല, അല്ലേ? സോ ചില ആളുകളുമായിട്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാൻ നിൽക്കുന്നുണ്ടായിരിക്കാം. ഇനി ഒരിക്കലും സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമോ വഴക്കോ ആർഗ്യുമെന്റ്സോ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം. ഇനി ഒരിക്കലും കാണാൻ സാധിക്കില്ല. ചില ഡിസിഷൻസ് ഒക്കെ അവിടെ ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, സോ ചില പ്രോമിസ് അവിടെ ബ്രേക്ക് ആവുന്നുണ്ട്. സോ ആരെങ്കിലും എന്തെങ്കിലും പ്രോമിസ് ചെയ്തത് നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ, ആരുടെയെങ്കിലും ചില ഡിസിഷൻസ് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ, അത് വളരെ സ്റ്റബേൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നോ ഗൈസ്, അവിടെ മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ സൈലൻസ്, നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സൈലൻസ് ഫോർ ഷുവർ അവിടെ ബ്രേക്ക് ആവാൻ പോവാണ്. ഓക്കെ, ഫോർ ഷുവർ, ദർ ഈസ് നോ ഡൗട്ട് ഓൺ ദാറ്റ്. ബിക്കോസ് ഫിസിക്കലി നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഫുൾഫിൽഡ് ആവാൻ പോവാണ്. ഓക്കെ, സോ അതായത് നിങ്ങൾ മനസ്സുകൊണ്ട് സംസാരിച്ചിട്ടുള്ള കാര്യം, എനർജറ്റിക്കലി സംസാരിച്ചിട്ടുള്ള ഒരു കാര്യം, ഇറ്റ്സ് ലൈക്ക് ടെലിപ്പസിക്കലി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ചില കാര്യത്തിൻ്റെ ഒരു പ്രസൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഒരു ക്ലോസ്നെസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഒരു പ്രോസ്പെരിറ്റി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. സോ ഒരു ടൈമിൽ നിങ്ങൾ എന്താണോ ഒരുപാട് ഡേ ഡ്രീം പോലെ ഫാൻറ്റസൈസ് ചെയ്തിട്ടുള്ളത്, എനർജറ്റിക്കലി അറിഞ്ഞോ അറിയാതെയോ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ടെലിപ്പസിക്കലി നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം, അത് അതിൻ്റെ ഒരു പ്രോസ്പെരിറ്റിയോട് കൂടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് ഫോർ ഷുവർ. ഇറ്റ്സ് ലൈക്ക് ഒരു നല്ലൊരു മംഗളകാര്യം നടക്കുന്ന ഒരു വീടിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുന്നുണ്ട് വരുന്ന ഒരു 7 days നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്, അല്ലേ? അവിടെ എന്തൊക്കെ ഉണ്ടാവും? അവിടെ ആ ഒരു വീട് അത്രയും മോഡിഫൈഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. ആ വീട്ടിൽ അത്രയും സന്തോഷമുള്ള ആളുകൾ ഉണ്ടായിരിക്കണം. ആ വീടിൻ്റെ ഓരോ മുക്കും മൂലയും അത്രയും ഭംഗി ഉണ്ടായിരിക്കണം, അല്ലേ? അതിൻ്റെ ഒരു പുതുമ ഉണ്ടായിരിക്കണം, റൈറ്റ്? ഒരു പുതിയ വീട് പോലെ. സീ മൈ ഗുഡ്നെസ്, സീ സാക്രൽ ചക്ര ആൻഡ് ദ ബേസ് ചക്ര. സീ നിങ്ങൾക്ക് ഒരുപാട് ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് എന്ത് കിട്ടിയാലാണോ സന്തോഷമാവുക, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, നിങ്ങളുടെ ശരീരത്തിന് സന്തോഷമാവാൻ, ഫുൾഫിൽഡ് ആവാൻ നിങ്ങളുടെ സോൾ ക്രേവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്ന സമയത്താണ് നിങ്ങൾക്ക് തന്നെ അറിയാൻ നിങ്ങൾ ഒന്ന് ഓക്കെ ആവുള്ളൂ. അതായത് ശരീരം എന്ന് പറയുന്നത് ഫിസിക്കാലിറ്റിയിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്താണ്, ചിലത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്തേ നിങ്ങൾക്കൊരു അടിത്തറ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് നിൽക്കാൻ സാധിക്കുള്ളൂ, നിങ്ങൾക്കൊന്ന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ സാധിക്കുള്ളൂ, അല്ലേ? സോ ചില കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ ട്രൂലി ഡിസേർവ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഫിസിക്കാലിറ്റിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി. സോ അത് എന്തും ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു മിറാക്കിൾ എന്ന് പറയുന്നതും അതാണ്. എന്തോ ഒരു കാര്യം നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ വരുന്നുണ്ട്, നിങ്ങളുടെ റിയാലിറ്റിയിൽ. ഓക്കെ, ഫിസിക്കാലിറ്റി എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ റിയാലിറ്റിയിൽ, റിയൽ ലൈഫിൽ നിങ്ങൾക്കത് സ്പർശിക്കാൻ സാധിക്കുന്നുണ്ട്, അതിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ സേഫ് ആയിട്ട് തോന്നും, നിങ്ങൾക്ക് വളരെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും, നിങ്ങൾ വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ അഗൈൻ നമ്മൾ പറഞ്ഞു, ചില കാര്യങ്ങൾ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത് എനർജറ്റിക്കലി നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്, അല്ലേ? സോ നിങ്ങൾക്ക് അറിയാം ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവാണ്. സോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൈൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്ലെയിം ചെയ്യാം. ആൻഡ് നിങ്ങൾ അത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക. ബിക്കോസ് ഈ ഒരു വരുന്ന 7 days നിങ്ങൾക്ക് ഒരുപാട് സൈന് കിട്ടുന്നുണ്ട്, ഒരുപാട് ഡിവൈൻ എൻകറേജ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് പോസിറ്റീവ് സൈന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. സൈലൻസ് അവിടെ ബ്രേക്ക് ആവുന്നുണ്ട്, വിച്ച് മീൻസ് വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ ഡീപ്പ് ആയിട്ടുള്ള, വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻ ഇൻ പേഴ്സൺ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക, ക്ലെയിം ചെയ്യുക. നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് ഫോർ ഷുവർ പറയാൻ മറക്കരുത്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.